നമ്മുടെ അടുത്തൊരു ടോപ്പിക് ഫ്രാക്ഷൻ ഡിവിഷൻ എന്നുള്ളതാണ്. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദ പ്രൈസ് ഓഫ് 5 പെൻ ഈസ് 40 റുപ്പീസ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ? അപ്പോൾ എന്താണ്, 5 പേനകളുടെ വില എന്ന് പറയുന്നത് 40 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്നറിയാം. ഇപ്പോൾ 40 ഡിവൈഡഡ് ബൈ 5 ആണ് 8 എന്ന് കിട്ടും. അപ്പോൾ ഒരു പേനയുടെ വില എന്ന് പറയുന്നത് 8 ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു നാച്ചുറൽ നമ്പറിനെ മറ്റൊരു നാച്ചുറൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് തന്നെ ചെയ്താൽ മതി, ആ നാച്ചുറൽ നമ്പറിനെ മറ്റ് നാച്ചുറൽ നമ്പറിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നൊരു ഐഡിയ നിങ്ങളിൽ ഉണ്ടാവണം. അതായത് 40 ഡിവൈഡഡ് ബൈ 5 തന്നെയാണ് 40 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് 5 എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ പേജ് നമ്പർ 68 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ 16 മീറ്റർ ലോങ് റോഡ് ഈസ് കട്ട് ഇൻ ടു പീസസ് ഓഫ് ലെങ്ത് 2/3 മീറ്റർ. ഹൗ മെനി സച്ച് പീസസ് വിൽ ബി ദയർ? 16 മീറ്റർ നീളമുള്ള ഒരു റോഡ് നമ്മൾ കട്ട് ചെയ്യുന്നു. ഏത് വലിപ്പത്തിലുള്ളതായിട്ടാണ് കട്ട് ചെയ്യുന്നത്? 2/3 മീറ്റർ ലെങ്ത് ഉള്ള പീസുകളായിട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര പീസുകളുണ്ട്? അപ്പോൾ ഹൗ മെനി, എത്ര എണ്ണം എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിവിഷനാണ് ചെയ്യേണ്ടത്. അതായത് 16 ഡിവൈഡഡ് ബൈ 2/3 ആണ്. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് പ്രകാരം എന്ത് ചെയ്താൽ മതി? 16നെ 2/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 16നെ 2/3യുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ? അതായത് 16 ഇൻറ്റു 2/3, 16 ഇൻറ്റു 3/2. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം നമുക്ക്? ലെങ്ത് ഓഫ് എ റോഡ് എന്ന് പറയുന്നത് 16 മീറ്റർ, ലെങ്ത് ഓഫ് സ്മോൾ പീസസ് 2/3 മീറ്റർ. ഇനി നമ്പർ ഓഫ് പീസസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 16നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2/3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവിഷന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? 16നെ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 3s are 24 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പം ഇവിടെ അങ്ങനെ തന്നെ മുറിച്ചെടുത്ത കഷ്ണങ്ങളുടെ കമ്പിയുടെ നീളം 16 മീറ്റർ, മുറിച്ചെടുക്കുന്ന കഷ്ണങ്ങളുടെ നീളം 2/3. കഷ്ണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 16നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? റെസിപ്രോക്കൽ, അതായത് ഉൽക്രമം കൊണ്ട്, വിപരീത ഭിന്നം കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. അപ്പോൾ ഒന്നെങ്കിൽ ഇത് 16 3 ഗുണിച്ചെഴുതുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ചെയ്യുക. 48 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 24 എന്ന് വരും. എപ്പോഴും നിങ്ങൾ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം കേട്ടോ. 2 16 കട്ട് ചെയ്ത് 8 എന്ന് എഴുതി 8 3s are 24 എന്ന് എഴുതുന്നതാണ് എളുപ്പം. അപ്പോൾ കഷ്ണങ്ങളുടെ എണ്ണം 24 എണ്ണം. ക്ലിയർ ആയോ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹൗ മെനി 3/4 ലിറ്റർ ബോട്ടിൽസ് ആർ നീഡഡ് ടു ഫിൽ 5 1/4 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ? 5.25 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ അളവുകളുള്ള കുപ്പികളിലേക്ക് നിറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര കുപ്പി വേണ്ടി വരും? ഹൗ മെനി 3/4 ലിറ്റർ ബോട്ടിൽസ് ആർ നീഡഡ്? എത്ര കുപ്പികൾ നമുക്ക് ആവശ്യമായി വരും എന്നുള്ളതാണ് ചോദ്യം. നമ്മളെങ്ങനെ എഴുതണം? സ്റ്റെപ്പ് എഴുതി വരുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം, എന്താ? വെള്ളത്തിൻ്റെ ആകെ അളവ് 5.25 ലിറ്റർ ആണ്. അപ്പോൾ എപ്പോഴും മിക്സഡ് ഫ്രാക്ഷൻ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടൻ തന്നെ നമ്മൾ അതിനെ ഫ്രാക്ഷനാക്കി മാറ്റണം. 5 4s are 20 + 1 21/4 ലിറ്റർ എന്ന് ആദ്യം എഴുതുന്നു. ഇനി ക്വാണ്ടിറ്റി, ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 3/4 ലിറ്റർ, 3/4 ലിറ്റർ. അപ്പം നമ്പർ ഓഫ് ബോട്ടിൽസ് കണ്ടുപിടിക്കാൻ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഡിവിഷന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ടാമത്തെ ആളുടെ റെസിപ്രോക്കൽ അഥവാ വിപരീത ഭിന്നം കണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 21/4 ഇൻറ്റു 4/3. സോ ഈ 4ഉം 4ഉം കട്ടായി പോകും. ബാക്കി നമുക്ക് എന്ത് വരും? 21/3 എന്ന് വരും. ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് എത്ര എന്ന് എഴുതാം? 7 3s ആണ്. അപ്പോൾ 7 ബോട്ടിൽസ് എന്ന് കിട്ടും. 7 ബോട്ടിൽസ്, 7 ബോട്ടിൽസ്. ക്ലിയർ അല്ലേ? വെള്ളത്തിൻ്റെ അളവ് 5.25 ലിറ്റർ ആണ്. നമ്മളതിനെ മിശ്രഭിന്നത്തിനെ ഭിന്നസംഖ്യയാക്കുമ്പോൾ 21/4 എന്ന് വരും. കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ട് 3.25 ലിറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുപ്പികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 21 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4/3 എന്ന് ചെയ്താൽ മതിയോ? ഇതുകൂടെ കട്ട് ചെയ്തു 21/3 ചെയ്യുന്നു. 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 3s are 21. റിമൈൻഡർ എന്ത് വന്നു? 0. സോ ആൻസർ ഈസ് 7 കുപ്പികൾ. പേജ് നമ്പർ 68 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. 13 1/2 കിലോഗ്രാം ഓഫ് ഷുഗർ ഈസ് ടു ബി പാക്ഡ് ഇൻറ്റു ബാഗ്സ് വിത്ത് 2 1/4 kilograms sugar each. How many bags are needed? 13.5 കിലോഗ്രാം പഞ്ചസാര നമുക്ക് 2.25
കിലോഗ്രാം നിറയ്ക്കാൻ പറ്റുന്ന ബാഗുകളിലേക്ക് മാറ്റണം. 13.5 കിലോഗ്രാം അരി 2.25 വെച്ച് കുറേ ബാഗുകളിൽ നിറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ബാഗുകളിൽ നമുക്കിത് നിറയ്ക്കാൻ സാധിക്കും എന്നാണ് ചോദ്യം. ആദ്യം തന്നെ നോക്കുക, നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ എന്ന് പറയുന്നത് 13.5 അപ്പം നമ്മൾ ഈ 13.5 എന്നുള്ളതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആണുള്ളതിനെ ഫ്രാക്ഷൻ ആക്കണം. അപ്പം 13 × 2 26 + 1 27/2 എന്നിവിടെ വരും. അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് സ്മോൾ ബാഗ്, ചെറിയ ബാഗുകളുടെ അളവ് 2.25 കിലോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കുക. 4 2s are 8 + 1 9/4 ആക്കി മാറ്റി. ഈ നമ്പർ ഓഫ് ബാഗ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 27/2നെ 9/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവിഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞേ? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാണ് എളുപ്പം. 2 2s are 4. അപ്പോൾ 2 ഇവിടെ എഴുതുന്നു. 9ന്റെ ടേബിളിൽ എപ്പോഴാണ് 27 വരുന്നത്? 9 3s are. സോ ആൻസർ ഈസ് 3 2s are 6 ബാഗ്. ക്ലിയർ അല്ലേ? ബാഗുകളിൽ നിറയ്ക്കേണ്ട പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് 13.5 കിലോഗ്രാം ആണ്. 13.5 നമ്മൾ എന്താക്കി? മിശ്ര ഭിന്നത്തിന് വിഷമ ഭിന്നമാക്കി. 13 2 26 1 27/2. ബാഗിൽ കൊള്ളുന്ന പഞ്ചസാരയുടെ അളവ് 2.25 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനെ എന്താക്കുന്നു? ഒരു ഭിന്നസംഖ്യയാക്കി മാറ്റുന്നു. 4 2 8 1 9/4. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ബാഗുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. എന്തിനെ? 27/2നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9/4 കൊണ്ട്. അപ്പോൾ ഡിവിഷന് പകരം റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. സോ നമ്മളിത് കട്ട് ചെയ്തു. ഈ 2ഉം 4 കട്ട് ചെയ്താൽ 2 വരും. 9 3s are 27. ആൻസർ ഈസ് 3 2s are 6. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് കട്ടിങ് ബുദ്ധിമുട്ടാണെങ്കിൽ 27 × 4 കറക്റ്റായിട്ട് ചെയ്ത് എഴുതുക. 108 എന്ന് കിട്ടും. അതുപോലെ 9 × 2 18 വരും. 18ഉം 108 കൂടെ ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അത് ഇങ്ങനെ നമ്മൾ സാധാരണ പോലെ ഡിവിഷൻ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ. അടുത്ത ചോദ്യം, ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 2 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് വൺ സൈഡ് ഈസ് 3 3/4 സെൻറ്റിമീറ്റർ ലോങ്. വാട്ട് ഈസ് എ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 22.5 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വശം 3 3/4 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? മറ്റേ വശത്തിൻ്റെ നീളം എത്ര? നിങ്ങൾക്കറിയാമല്ലോ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ചതുരം. ഈ ഒരു ചതുരത്തിൻ്റെ ഇതാണ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. റെക്ടാങ്കിളിൻ്റെ ഒരു റെക്ടാങ്കിളിൻ്റെ ഫുൾ പരപ്പളവ്, അത് ഏരിയ തന്നിട്ടുണ്ട്. എത്രയാണ്? 22.5 cm² എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഏരിയ കിട്ടുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ, L × B. ദാറ്റ് ഈസ് ഈക്വൽ ടു 22 1/2, അല്ലെങ്കിൽ നീളം ഗുണം വീതിയാണ് 22.5 cm² എന്ന് പറയുന്നത്. അതിൽ നീളം, ഒരു വശത്തിന് നീളം അവർ തന്നിട്ടുണ്ട് എന്താ? 3 3/4 ഇൻറ്റു ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. ദാറ്റ് ഈസ് ഈക്വൽ ടു 22 1/2. ടീച്ചർ പഠിപ്പിച്ചില്ല. ഇൻറ്റു എന്ന ഈ ഒരു ഭാഗം നമുക്ക് കണ്ടെത്താൻ വേണ്ടി ഇതിനെ എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ എന്താവണം? ഡിവിഷൻ ആവണം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു നമ്പറിനെ 22 1/2നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറിനെ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം അല്ലേ? അതായത് ഈ മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ 22 1/2, നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കി. 22 × 2 44 + 1 45/2 എന്നായി. ഇതെന്തായി മാറി? 4 3s are 12 + 3 15/4 എന്നുമായി. ഓക്കെ. അപ്പോൾ ലെങ്ത് ഓഫ് ദ അതർ സൈഡ് കണ്ടുപിടിക്കാൻ 45/2 ഇൻറ്റു 4/15 ചെയ്താൽ മതി. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമുക്ക് കട്ടിങ് ആണ് കേട്ടോ ഇച്ചിരി നല്ല എളുപ്പം നമുക്ക് കിട്ടുന്നത്. 15 × 3 ആണ് 45. സോ 3 2s are 6. മറ്റേ സൈഡിൻ്റെ നീളം എത്രയാണ്? 6 cm ആയിരിക്കും കേട്ടോ. ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 22.5. നമ്മൾ അതിനെ എങ്ങനെ മാറ്റുന്നു? 45/2 എന്നാക്കുന്നു. ഒരു വശത്തിൻ്റെ നീളം 3 3/4 ആണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 15/4 cm എന്ന് കിട്ടും. ഇവിടെ എന്ത് ചെയ്യണം? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ. ഇപ്പോൾ 2ൻ്റെ ടേബിൾ ചൊല്ലിയ 2 2s are 4. 15ൻ്റെ ടേബിൾ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി? 45/15 × 2 അല്ലേ?
ഇതിനെ 3യുടെ ടേബിൾ കൊണ്ട് ചെയ്യാം. 3 5s are 15. ഇവിടെയോ 15 3 45. ഇനി നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. ഇതിങ്ങനെ വന്നു 15/5 ഇൻറ്റു 2. വേണമെങ്കിൽ ഇതിനെ നമുക്ക് 5ൻ്റെ ടേബിൾ ചെയ്യുന്ന 5 3s are, സോ 3 2s are 6. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 45 ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്യുക, 2 ഇൻറ്റു 15 ചെയ്യുക. അത് രണ്ടും കൂടെ സൈഡിൽ ബ്രാക്കറ്റിൽ മാർജിനിൽ എഴുതി ഡിവൈഡ് ചെയ്താൽ മതിയോ. ക്ലിയർ അല്ലേ? 68ലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി പീസസ് ഈച്ച് ഓഫ് ലെങ്ത് 2 1/2 meters ക്യാൻ ബി cut off from a rope of length 11 1/2 meters? How many meters of rope will be left? ഒരു കയറിൻ്റെ നീളം 11.5 മീറ്റർ ആണ്. അതിൽ നിന്ന് 2.5 മീറ്റർ നീളമുള്ള കുറേ കഷ്ണങ്ങൾ നമ്മൾ മുറിച്ചു മാറ്റിയെങ്കിൽ ബാക്കി വരുന്ന കയറിൻ്റെ നീളം എത്ര എന്നാണ് ചോദ്യം. ആദ്യം ഇത് കണ്ടുപിടിക്കണം, എത്ര പീസസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. പീസ് കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കി എത്ര വന്നു എന്നുള്ളതും കണ്ടെത്തണം. ലെങ്ത് ഓഫ് റോപ്പ് എന്ന് പറയുന്നത് 11 1/2. 11 1/2നെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 23/2 എന്ന് എഴുതാം. ദെൻ ലെങ്ത് ഓഫ് 1 പീസ്, എത്ര വലിപ്പമുള്ള പീസസ് ആക്കിയാൽ മുറിക്കണ്ടേ? 2 1/2 മീറ്റർ. അപ്പോൾ എന്തായി? അത് 5/2 എന്നായി. ഈ നമ്പർ ഓഫ് പീസസ് കണ്ടുപിടിക്കാൻ 23/2 ഇൻറ്റു 2/5. നമുക്ക് എത്ര കിട്ടി? 23 2 2 കട്ടായി 23/5. അപ്പോൾ 4 5s ആണല്ലോ 25. അപ്പോൾ 4 പീസസ് നമുക്ക് കിട്ടും. അപ്പോൾ റിമൈൻഡർ 3 വരുന്നുണ്ട്. ആ 3യുടെ ഹാഫ് എടുക്കുക. ഹാഫ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ് ബാലൻസ് ഉള്ളത്. റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? റിമൈനിങ് പാർട്ട് ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ. ഇത് നമുക്ക് വേറൊരു രീതി ചെയ്യാം. കയറിൻ്റെ നീളം എന്ന് പറയുന്നത് എന്താണ്? 11.5 മീറ്റർ ആണല്ലോ. അതായത് കയറിൻ്റെ നീളം 11.5. യുക്തിപരമായിട്ട് ഈ ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. 11.5 മീറ്റർ ആണ്. കഷ്ണങ്ങളായി മുറിച്ച കയറിൻ്റെ നീളം 2.5 മീറ്റർ ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ആലോചിക്കാം? 2.5 മീറ്റർ 2 തവണയായി എത്രയായി? 5 മീറ്റർ ആയില്ലേ? 2.5 2.5 5 മീറ്റർ അല്ലേ? അങ്ങനെയുള്ള എത്ര പീസാവും? 4 പീസ് ചേരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 20 ആവുമല്ലോ. ശരിയല്ലേ? 5 4s ആണല്ലോ. 5 4s 20 വന്നു. പിന്നെ നമുക്ക്, അതായത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ടോട്ടൽ ലെങ്ത് ഓഫ് റോപ്പ് എന്ന് പറയുന്നത് 11 1/2. അപ്പോൾ നമ്മൾ 2.5 മീറ്ററുള്ള പീസസ് ആക്കി മുറിച്ചു. 2.5 ഇവിടെ 2.5. അപ്പോൾ 2.5 എത്രയായി? ടോട്ടൽ 5 മീറ്റർ ആയി. വീണ്ടും നമ്മൾ 2.5 പീസ് മുറിച്ചു. വീണ്ടും 2.5 പീസ് മുറിച്ചു. അപ്പോൾ ഇത് എത്രയായി? ടോട്ടൽ 5 5 10 മീറ്ററായി. അപ്പം 4 1 2 3 4 4 പീസസ് നമുക്ക് കിട്ടിയപ്പം 10 മീറ്റർ. ഇനി ബാലൻസ് ഇനി എത്രയുണ്ട്? 10ഉം 1.5 അല്ലേ? 11.5. സോ ബാലൻസ് ലെങ്ത്, ബാക്കിയുള്ള കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത്, ബാലൻസ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1.5 മീറ്റർ. മനസ്സിലായോ? കഷ്ണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 4 എണ്ണവും. ബാക്കി വരുന്ന നീളം എന്ന് പറയുന്നത്, ബാക്കി വരുന്ന കഷ്ണത്തിൻ്റെ നീളം സമം 1.5 മീറ്റർ. ക്ലിയർ അല്ലേ? രണ്ട് രീതിയിലും ചെയ്ത് നോക്കണേ.